ലോക ഫുട്ബോളിലെ പ്രധാന പുരസ്കാരങ്ങൾ എല്ലാം സ്വന്തമാക്കി സ്പാനിഷ് താരങ്ങൾ. മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം അത് സ്പാനിഷ് ക്യാപ്റ്റൻ റോദ്രിക്കാണ്. സ്പെയിൻ ഗോൾ കീപ്പർ ഉനൈ സിമോണാണ് ഗോൾഡൻ ഗ്ലൗ നേടിയത്. കുബാർസിയാണ് മികച്ച യുവതാരം. ഇനി കൂടുതൽ ഗോളുകൾ നേടിയ താരത്തിലുള്ള പുരസ്കാരം ഗോൾഡൻ ബൂട്ട് അത് കിലിയൻ എംബാപ്പയും സ്വന്തമാക്കി. ലോകകപ്പ് നേട്ടത്തോടൊപ്പം പ്രധാന പുരസ്കാരങ്ങളും സ്വന്തമാക്കിയാണ് ലോകകപ്പിന് സ്പെയിൻ തിരശ്ശീലയിട്ടത്. മെസ്സിയെ മറികടന്ന് ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പെയിന്റെ ക്യാപ്റ്റനും മിഡ്ഫീൽഡ് ജനറലുമായ റോദ്രി സ്വന്തമാക്കി. മധ്യനിരയിൽ കളി നിയന്ത്രിക്കാനും പ്രതിരോധത്തിന് കരുത്തു പകരാനും റോദ്രി പ്രകടമാക്കിയ അസാധാരണ മികവാണ് ടൂർണമെന്റിലെ മികച്ച താരമെന്ന പദവിക്ക് അർഹനാക്കിയത്. മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരവും സ്പാനിഷ് സംഘത്തിലേക്ക് തന്നെ എത്തി. സ്പാനിഷ് ഗോൾ വല കാത്ത ഉനായ് സിമോണാണ് ഈ നേട്ടം കൈവരിച്ചത്. ടൂർണമെന്റിലുടനീളം ഒരു ഗോൾ മാത്രം വഴങ്ങി 7 മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റ് നിലനിർത്തിയാണ് സിമോൺ ഗോൾഡൻ ഗ്ലൗവിൽ മുത്തമിട്ടത്. യുവതാരങ്ങളുടെ നിരയിൽ വിസ്മയമായി മാറിയ സ്പെയിന്റെ 19-കാരൻ പ്രതിരോധ താരം കുബാർസിയാണ് ബെസ്റ്റ് യങ് പ്ലെയർ. സെമി ഫൈനലിൽ സ്പെയിനോട് പരാജയപ്പെട്ടെങ്കിലും ഫ്രാൻസിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ടൂർണമെന്റിൽ 10 ഗോളുകൾ നേടി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്നവനുള്ള ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി. കിരീട നേട്ടത്തോടൊപ്പം പ്രധാന പുരസ്കാരങ്ങളെല്ലാം തങ്ങളുടെ ക്യാമ്പിലെത്തിച്ച് 2026 ലോകകപ്പിൽ പൂർണ്ണാധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് സ്പെയിൻ. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.